ജയിലിൽ ഈ വേതനം വർദ്ധിപ്പിക്കുന്നതിന് എന്തിനാ എതിർക്കുന്നത്? അത് പാവങ്ങളല്ലേ. ജയരാജന്റെ പ്രസംഗത്തിൽ സൂചിപ്പിക്കേണ്ട ഈ ജയിലിലെ വേതനം വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ടൊരു കാര്യം എന്താണ് അതിൽ CPM നിലപാട്? ജയിലിൽ ഈ വേതനം വർദ്ധിപ്പിക്കുന്നതിന് എന്തിനാ എതിർക്കുന്നത്? അത് പാവങ്ങളല്ലേ. പല സാഹചര്യങ്ങളാൽ കുറ്റവാളികളായിപ്പോയി. ആ കുറ്റവാളികളെ ശിക്ഷിച്ച് ജയിലിൽ കിടക്കുന്നു. അവർക്ക് വേതനം വർദ്ധിപ്പിച്ചു കൊടുത്തതിന് എന്തിനാ എതിർക്കുന്നത്? അതിനെ എതിർക്കുന്നത് തികച്ചും തെറ്റായിട്ടുള്ള നിലപാടാണ്. നമ്മുടെ തൊഴിലുറപ്പ് മേഖലയിലാണെങ്കിൽ അവർക്ക് ദിനംപ്രതി 369 രൂപയാണ്. അത് വർദ്ധിപ്പിക്കാത്തത് കേന്ദ്ര ഗവൺമെന്റാണ്. നിങ്ങളത് കേന്ദ്ര ഗവൺമെന്റിനോടല്ലേ പറയേണ്ടത്? ഇത് വർദ്ധിപ്പിക്കണം. അങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ മിനിമം വേതനം കൊടുക്കണം. ആ മിനിമം വേതനം കൊടുക്കേണ്ടത് കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ്, കേന്ദ്ര ഗവൺമെന്റാണ്. അത് കേന്ദ്ര ഗവൺമെന്റിനോട് പറയാതെ ഇവിടെ ഈ ജയിലിൽ കിടക്കുന്നവന് ഒരു ചില്ലറ പൈസ വർദ്ധിപ്പിച്ചു കൊടുത്തപ്പോൾ അവര് ആ ജയിലിൽ തന്നെ അത്യാവശ്യം എന്തെങ്കിലും സാധനം സോപ്പോ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഇതിൻ്റെ ഒരു കൂലി കൊണ്ടാണ് വാങ്ങും. അത് കാലോചിതമായി പരിഷ്കരിപ്പിക്കുന്നതാണ്. ആ ഒരു നടപടി എന്തിനാ വിമർശിക്കുന്നത്? എന്ത് കാര്യത്തിനാണ്? ഇത്തരം വിമർശനങ്ങൾ വന്നാൽ ഒരു ഗവൺമെന്റ് എന്താ ചെയ്യുക? അതിൻ്റെ അകത്ത് ഇടപെടുകയല്ലേ ചെയ്യുക? എന്തിനാ ഈ ദ്രോഹം ചെയ്യുന്നത്? ഈ ആശാവർക്കർമാരെക്കാളും തൊഴിലുറപ്പ് തൊഴിലാളികളെക്കാളും ഒക്കെ കൂടുതലാണ് ഇപ്പോൾ ഈ പറയേണ്ടത്. ഈ കുറഞ്ഞവർക്ക് വർദ്ധിപ്പിക്കാനല്ലേ പറയേണ്ടത്? ആശാവർക്കർമാര്, അതുപോലെ തന്നെ തൊഴിലുറപ്പുകാർ, മറ്റ് വർക്കേഴ്സ്, അവർക്ക് പോരാ കൂലി. അതല്ലേ പറയേണ്ടത്. ഈ കൊടുക്കുന്ന ആനുകൂല്യങ്ങളെ എന്തിനാ എതിർക്കുന്നത്? അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ തൊഴിലുറപ്പാണെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതി ഇതിന്റെ മിനിമം വേജസ് നിശ്ചയിച്ചത് കേന്ദ്ര ഗവൺമെന്റാണ്. അവരത് മാറ്റി മിനിമം വേജസ് കൊടുക്കണം. മുഴുവൻ ആളുകൾക്ക് മിനിമം വേജസ് കൊടുക്കണം. ആ നിലപാട് കേന്ദ്ര ഗവൺമെന്റിന്റെ മേലെയല്ലേ സമ്മർദ്ദം ചെലുത്തേണ്ടത്? അതൊന്നും പറയാതെ ഈ പാവം ജയിലിൽ കിടക്കുന്ന അവർ വലിയ ക്രിമിനലുകൾ തന്നെ, വലിയ കൊലക്കുറ്റം ചെയ്തവർ തന്നെ. പക്ഷേ ലൈഫ് ജീവപര്യന്തം ആ ജയിലിനകത്തല്ലേ. അവരങ്ങനെ പണിയെടുത്ത് കിട്ടുന്ന കൂലി കുറച്ച് അവിടെ വെക്കും, കുറച്ച് അവരുടെ ആവശ്യം നിർവഹിക്കും. പിന്നെ ജയിലിൽ വിട്ട് ഒരു 10-15 കൊല്ലം കഴിഞ്ഞ് ജയിലിൽ നിന്ന് വരുമ്പോൾ ആ പൈസയും കൊണ്ട് നാട്ടിലേക്ക് പോകാം. ഇങ്ങനെയുള്ളൊരു ആനുകൂല്യത്തെ എന്തിനാ എതിർക്കുന്നത്?